കട സുന്ദരി ഞാൻ എടുത്തു തരാം ബസ് എടുക്കാൻ പറയും അപ്പൊ ബസ് എടുക്കാൻ പറയും മകളെ മകളെ അബാസോ അബാസോ എടുക്കണോ പറഞ്ഞു വന്നത് തായിഫിൽ അങ്ങനെ. പിന്നെ തായിഫിൽ വലിയ എയർപോർട്ട് ഉണ്ട്. എയർപോർട്ട് കഴിഞ്ഞു പോയിട്ടോ. തായിഫിലെ എയർപോർട്ട് ഉണ്ട്. മകൻ ജിദ്ദയുടെ എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. പിന്നെ തായിഫിലെ എയർപോർട്ട് ഉണ്ട്. പിന്നെ തായിഫിൽ നിന്നും നമ്മൾ പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത മഹദിയായിരിക്കുന്ന ഹലീമത്തു സഅദിയ അവരെ നാട് തായിഫിൽ നിന്ന് പിന്നെയും ഉള്ളോട്ട് പോകണം. ബനു സഅദി എന്ന ഗോത്രത്തിലേക്ക് പോകണം. ആ സ്ഥലം തായിഫിന്റെ ഭാഗം തന്നെയാണ്. അങ്ങോട്ട് നമുക്ക് പോകാൻ സാധ്യമല്ല. ഒന്നാമത് അങ്ങോട്ട് ബസ് വിടൂല. അതൊരു കുഗ്രാമമാണ്. ആ കുഗ്രാമത്തിലേക്ക് നമുക്ക് പോകാൻ സാധ്യമല്ല. അത് നല്ല രാജ്യമാണ് അവിടെ. പഴയ കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്നത് ആരാണ്? മഹദിയായിരിക്കുന്ന ഹലീമത്തു സഅദിയയാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്ന രാജ്യമാണ് തായിഫ്. ജീവിച്ച് വളർന്ന റസൂലുള്ളാഹിന്റെ ചെറുപ്പത്തില് റസൂലുള്ള ജീവിച്ച് വളർന്ന റസൂലുള്ള മുല കുടിക്കുന്ന ആ കാലം മുഴുവനും കഴിഞ്ഞത് ഈ തായിഫിലാണ്. റസൂലുള്ളാഹിന്റെ ചെറുപ്പകാലം 3 വർഷക്കാലം റസൂലി തായിഫിലാ ജീവിച്ചത്. അത് മനസ്സിലാക്കണം നമ്മള്. അപ്പൊ തായിഫിന് ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധമുണ്ട്. അപ്പൊ ആ തായിഫിനെ നമുക്ക് കാണണ്ടേ? നമ്മുടെ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്ന മണ്ണാണത്. കേട്ടോ ഈദ്ഗാഹ് നാട്ടിൽ നിന്ന് വരുമ്പോ നാട്ടിലങ്ങനെ ഈദ്ഗാഹൊന്നുമില്ലല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും അമീറന്മാര്. എന്റെ രീതിയൊക്കെ മനസ്സിലാക്കി കൊടുക്കും. അബുദാബിന്ന് വരുന്നവർക്ക് അത്ര തന്നെ ഉണ്ടാവില്ല, ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് ചുരുക്കത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിൽ മഹദിയായിരിക്കുന്ന ഹലീമ ബീവിയുടെ മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയാകുന്നതും തായിഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറ്റത്ത് വെച്ചാണ് വലിയ കുറ്റകൃത്യം ചെയ്ത തലവെട്ടാൻ വിധിക്കപ്പെട്ട ആളുകളുടെ തലവെട്ടുക. എല്ലാവരും തലവെട്ടും. അത് ആരാ നോട്ടല്ല. ഈ നാട്ടുകാരാണെങ്കിലും ശരി, ഇന്ത്യക്കാരാണെങ്കിലും ശരി. പള്ളിയുണ്ടല്ലോ അല്ലേ? പള്ളിയില്ല. പഴയ കാലത്ത് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്ന ആ സ്ഥലം കാണും. അവിടെ മുന്തിരിയൊന്നുമില്ല. മുന്തിരി തോട്ടങ്ങൾ പല സ്ഥലത്ത് മാറുണ്ട്. അങ്ങോട്ട് നമ്മൾ പോകാൻ കഴിയില്ല. നമുക്ക് ഇതിനൊക്കെ കാറെടുത്ത് പോകണം, ബസ്സിന് പോകാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂൽ അഭയം തേടിയ മുന്തിരിത്തോട്ടത്തേക്ക് നമ്മൾ പോകും. ഇന്നവിടെ മുന്തിരിത്തോട്ടമില്ല, അവിടെ ഒരു പള്ളിയുണ്ട്. പിന്നെ അവിടത്തൊക്കെ ഉണ്ട്. തായിഫ് നല്ലൊരു സിറ്റിയാണ്. പിന്നെ തായിഫ് നിങ്ങൾക്ക് വേറെ സംഗതി കിട്ടും. മസ്ജിദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിലുള്ള പള്ളികൾ എത്താൻ പോവുകയാണ്. അവിടെ ബസ് പാർക്ക് ചെയ്യും ഇൻഷാ അല്ലാഹ്. അവിടെ ബസ് നിർത്തി അവിടെ ഇറങ്ങും. ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ സിയാറത്ത് ചെയ്യും. സിയാറത്ത് ചെയ്തിട്ട് ആ ചരിത്രങ്ങളൊക്കെ ഒന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ
മാഷാ അല്ലാഹ്. അന്നത്തെ കാലത്തുള്ള വീടിന്റെ ആസാറ് കണ്ടല്ലോ അല്ലേ? പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഹയ്യത്തുൽ ഖുറാസിദ് റിപ്പീർ സെന്റർ പ്രത്യേകം സൂക്ഷിക്കണ്ടോ? തായിഫിന്റെ പഴയ കാലത്ത് അന്നത്തെ നിർമ്മിതി അന്നത്തെ കോട്ടയൊക്കെയാണ്. തുർക്കി ഭരണാധികാരി ഭരിച്ചിരുന്ന കാലത്തുള്ള. സ്ഥലമാണ്, അതിലൂടെയാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് കേൾക്കണ്ടോ? വെറും മുന്തിരിക്ക ഇപ്പൊ പോകുമ്പോ ഇതാക്കാൻ കഴിയണം. ഇപ്പൊ ലഗേജ് വീട്ടിൽ കൊണ്ടുവരാൻ കഴിയണം. അവിടെ പള്ളി ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു പതിലുണ്ടായിരുന്നത്. അതിന്റെ സൈഡിലാണ് ശരിക്കും ഇത് പേരടക്കം മസ്ജിദ് അലി, പിന്നെ ആദ്യത്തെ മുനാറിലാക്കിയ പള്ളി എന്നൊക്കെ ഗ്രൂപ്പിൽ ഇടണം, എന്നാലേ എല്ലാവർക്കും അറിയുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടാൻ കൽബേക്ക് മതിയായിരുന്നു. നമ്മളൊരു കുടുംബക്കാരന് ബ്രോസ്റ്റിന്റെ കട ഉണ്ട്. എന്നിട്ട് അവിടുന്ന് ബ്രോസ്റ്റ് കഴിച്ചിട്ടാണ് അൽബേക്ക് കഴിച്ചാൽ പോയത്. അവനെ നിർബന്ധമായിട്ട് അവിടുത്തെ ഓന്റെ ബ്രോസ്റ്റ് കടയാണ്. അപ്പൊ അവനെന്തായാലും കഴിക്കാനുണ്ട്. ഉള്ളിൽ കയറാൻ പറ്റിയില്ല.
ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല സെറ്റേക്ക് പോകും ഭക്ഷണം കഴിച്ചതിന് ശേഷം. സത്യത്തിൽ അവിടെ 5000 മലയാളത്തിൽ നടക്കുന്ന ഔദ്യോഗിക കാരണം ഒരു കഴിഞ്ഞ സമൂഹത്തിന്റെ ഒരു നാളെ ഒന്നായിട്ട് സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു അതിനെ നന്നായിട്ടുണ്ട്. ഇതൊന്നും ചെയ്യുന്നില്ല. കുറഞ്ഞ ആളുകളെ സഹിക്കുന്നു. ഈ വെട്ടുമക്കാരാണ്. വെട്ടുമ എന്താണ്? സഹാബത്ത. ഈ സഹാബത്തിന്റെ വെട്ടിലെത്തിക്കുന്നത് ആരാണ്? മലായിക്കത്ത. അവിടെ വലിയൊരു പോയിന്റ് ഉണ്ട്. അത് അള്ളാഹു ചെയ്തെന്ന് അറിയോ? അതായത് ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സഹാബാക്കൾ ഒന്നിനും പറ്റാത്തവരാണ്, അപരരാണ്, ചബലരാണ്, അവർക്കൊരു കഴിവുമില്ല, ഒരു ശക്തിയില്ല, ഒന്നിനും കൊള്ളാത്തവരാണ്. ഒന്നാമതായി അവരുടെ കയ്യിൽ സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഭക്ഷണം വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കാശുണ്ടായി അങ്ങനെ ഈസികളാണ്, ഒന്നിനും കഴിയാത്തവരാണ്. കൊടുക്കില്ലല്ലോ മാറ്റണം പറയുന്നില്ല. പള്ളിയുടെ പേര് മസ്ജിദുൽ അരീസ്, പന്തൽ പള്ളി. ഈ പള്ളി ഇവിടെ വരാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിൽ വന്ന് തമ്പടിച്ചത് ഇവിടെയാണ്. ബദറിൽ വന്ന് നിന്ന സ്ഥലം എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്കൊരു പന്തൽ ഉണ്ടാക്കി തരാം. ബദർ യുദ്ധം നടക്കുന്നത് ഹിജറ നുബുവത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയ 2ാം വർഷമാണ്. 2ാം വർഷം റമളാൻ മാസം വ്യാഴാഴ്ചയാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇവിടെ തമ്പടിച്ചു നിന്നു. മനസ്സിലാക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് മക്കബറൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ചെറിയ ഹോളിങ്ങനെ ഉൾപ്പെടെ നോക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുസല്ലമിട്ട പോലത്തെ കാണുന്നല്ലാതെ വേറൊന്നും കാണൂല. കാഴ്ചയല്ലാണ് പ്രധാനം, അവിടെ കാഴ്ചയല്ല. ആ സ്ഥലത്തെത്തിയാൽ മനസ്സറിഞ്ഞ് സലാം കൊടുക്കലാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന സലാം കൊടുക്കൽ നമ്മുടെ റസൂലുള്ളാഹി ഏറ്റവും ഇഷ്ടപ്പെട്ട അനുയായികളെ
ഇഷായിന് ശേഷം ചെയ്യുന്നത് അതിനുണ്ട് വളരെ രാത്രി ആർക്കും അറിയില്ല. 32ാമത്തെ ഗെയിം പള്ളിൻ്റെ ഡോറ് പള്ളിൻ്റെ 32ാമത്തെ ഡോറ് കൂടെ ഇഷായിന് ശേഷം പറയണ ഉണ്ട്. അകത്ത് മദീനയിൽ കിട്ടിയ സ്ഥലത്ത് താമസിക്കാൻ ഇടം കിട്ടുക എന്നുള്ളത് വലിയൊരു സൗകര്യമാണ്. പുറത്ത് കിട്ടിയാല് സൗകര്യം കുറവാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ മർക്കസിയുടെ അകത്തും പള്ളിയുടെ അകത്തുമാണ്, പള്ളിയുടെ തൊട്ടടുത്തുമാണ്. അപ്പോ ബദർ യുദ്ധത്തിലെ ആ പരാജയം അവർക്ക് സഹിക്കാൻ വയ്യായിട്ട്, കാരണം ഖുറൈശികളാണ് എവിടെയും താന്നു കൊടുത്ത ചരിത്രം അവർക്കില്ല. ഖുറൈശികളാണല്ലോ പ്രമുഖ ഗോത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതാണ്, ലോകത്തെ ഏറ്റവും വലിയ പ്രമുഖ ഗോത്രം ഉണ്ടെങ്കിൽ അത് ഖുറൈശി ഗോത്രമാണ്. ആ ഖുറൈശികളെ ആരും ഇപ്പോഴും താന്നു കൊടുത്ത ചരിത്രമല്ല. നമ്മൾ ഇന്നത്തെ കാലത്ത് പറയും ഓമന്റെ ഖുറൈശി എന്ന് പറയില്ല, ഓമന്റെ ഖുറൈശി എന്ന് പറയും. അപ്പൊ ഖുറൈശി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവർ താന്നു കൊടുത്ത ചരിത്രമല്ല. അപ്പോ ഇതിന് പകരം കൂട്ടാൻ വേണ്ടി അവർ ഒരു കൂട്ടാണ്ടാവും. അത് വളരെ മോശപ്പെട്ട സാധനമാണ്. അത് നിങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട. വാങ്ങുമ്പോൾ കുറച്ച് നല്ലത് വാങ്ങും, അജുവ കുറച്ച് നല്ലത് വാങ്ങുക. നമ്മള് ഇന്ന് രാത്രി 9 മണിക്ക് നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴെയുള്ള 2ാമത്തെ ബിൽഡിങ്ങിൽ, അപ്പുറത്തെ ബിൽഡിങ്ങിൽ നമ്മുടെ പരിചയമുള്ള സാധാരണ
എപ്പോഴും വാങ്ങുന്ന ഒരു കട അവിടെ ഉണ്ട്. അവിടുന്ന് വാങ്ങലായിരിക്കും നല്ലത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് അവിടെ പോകണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലൊന്ന് വാങ്ങാൻ, ഇഷ്ടപ്പെടാനാണ് സാധ്യത. എവിടുന്നും വാങ്ങാതെ വേറെ വിഷയം. ഇങ്ങനെയൊക്കെ യാത്രയിൽ ഇങ്ങനെ നമ്മളെ ഈ വണ്ടി വിടുന്ന ആള് ഏതെങ്കിലും സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. അതിന്റെ തോട്ടം എന്ന് പറഞ്ഞിട്ട് ആ തോട്ടത്തിലുള്ള ഈത്തപ്പഴം എല്ലാവരും വിൽക്കാണ്ടല്ല. അതൊക്കെ ഓരോ കച്ചവടത്തിന്റെ തന്ത്രമാണ്. അപ്പൊ അവിടെ ഇഷ്ടപ്പെട്ട വാങ്ങിക്കോളി. പക്ഷെ അവിടെയൊക്കെ സാധാരണ കബളിപ്പിക്കപ്പെടാറുണ്ട്. മുകളിൽ നല്ലത് വെച്ചിട്ട് ഉള്ളിൽ മോശപ്പെട്ടത് വെക്കുന്ന സ്വഭാവമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്കത്ര താല്പര്യം അതിനോട്. പറ്റുകയാണെങ്കിൽ വാങ്ങുക. നമുക്കത്ര നിർബന്ധം ഇവിടുന്ന് വാങ്ങണമെന്നുണ്ട്. പക്ഷെ ആ മര്യാദന്റെ കടയിൽ പോയാലും കുഴപ്പമില്ലാത്ത സാധനം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ പഞ്ചൊന്നും ഉള്ള കാര്യം തുറന്നു പറയണം. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിയാൽ മതി. അത് വേറെ കാര്യം. അപ്പോ വാങ്ങി 50 രൂപ 1 കിലോ ഈത്തപ്പഴം. ഇതേമാതിരി കൊണ്ട് ഞാൻ ആക്കി തരാം. കാക്ക ഇവിടെ ഇട്ടുകൊടുക്കാൻ പറയും. പിടിച്ചതാ. എന്ന് പറഞ്ഞാല് യുദ്ധത്തിന്റെ കൊടി പിടിച്ച ആളായിരുന്നു. ആദ്യം വലത് കൈ എന്തായി വെട്ടി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء كرسي السماوات والأرض ولا يؤوده حفظهما وهو العلي صدق الله العظيم. إن شاء الله വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.